ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ അച്ഛമ്മയുടെ വീട്ടിലോട്ട് പോകാം കേട്ടോ. ഞാനും അമ്മയും കൂടെ. നമ്മുടെ വീട്ടിൽ കുറച്ച് നടന്നു പോകണം. നടന്നു പോകുമ്പോൾ ബസ് സ്റ്റോപ്പാണ്. അങ്ങനെ നടന്നങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നെൽപ്പാടമൊക്കെ കാണിച്ചു തരാൻ എൻ്റെ വീട്ടിലോട്ട് പോണ വഴിയാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെ എല്ലാം നെല്ല് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെയൊക്കെ കുറേ നല്ല പൂക്കളുള്ള നല്ല ചെടിയുണ്ട്. നെൽകൃഷിയും വയലും ഒന്നും ഇല്ല. ഇപ്പം എങ്ങും നെൽകൃഷിയും വയലും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ ഉണ്ട് നെല്ലും വയലൊക്കെ. നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇതിലേക്കൂടെയൊക്കെ നടന്നു പോകാൻ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ എത്തി. അങ്ങനെ നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് ഒരു അരമണിക്കൂറത്തെ യാത്രയൊക്കെ ഉള്ളു. അങ്ങനെ റോഡൊക്കെ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ റോഡും കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. മൊത്തവും പൊടിയാണ്. നമുക്ക് സൈഡ് സീറ്റിലൊന്നും അധികം ഇരിക്കാൻ പറ്റത്തില്ല, മാസ്കൊന്നും ഇല്ലാതെ. നല്ല പൊടിയാണ് റോഡിലൊക്കെ. നോക്കിയിരുന്നില്ലെങ്കിൽ നമ്മൾക്ക് സ്ഥലം ഇപ്പം മനസ്സിലാവത്തില്ല. അപ്പോൾ റോഡ് മൊത്തം പൊളിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടേ റോഡ് മൊത്തം അലമ്പായിട്ട് കിടക്കുകയാണ്. ഇനി എന്ന് തീരുമെന്തോ റോഡ് പണിയൊക്കെ. ഇപ്പം നമ്മൾ കണ്ട ചേട്ടനില്ല, അവിടെ ഒരു വീൽ ചെയറിനകത്തിരുന്ന് ലോട്ടറി വിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും അതിലേ പോയാലും നമുക്ക് ടാറ്റയൊക്കെ തന്നെ എവിടെ വന്നെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞാനും അമ്മയും കൂടെ ബസ്സൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്ന് പകുതി എത്താറായപ്പോൾ നമ്മുടെ വീടിന് ഓപ്പോസിറ്റുള്ള ഒരു ഓട്ടോ മാമനെ കിട്ടി കേട്ടോ. അതുകൊണ്ട് പിന്നെ നടക്കേണ്ടി വന്നില്ല. പിന്നെ നമ്മൾ ഓട്ടോയിൽ അങ്ങ് ഇറങ്ങി. നടക്കാനാണെങ്കിൽ ഒരു 10-15 മിനിറ്റത്തെ ഒരു നടത്തുകയുണ്ട്. അങ്ങനെ അതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റി. അങ്ങനെ നമ്മളിവിടെ എത്തി. അച്ഛമ്മ ഇവിടെ ഇല്ല, അപ്പുറത്തിരിക്കും. അപ്പം നമുക്ക് ഒരു സർപ്രൈസ് കൊടുത്തിട്ട് വരാം. നമ്മൾ വന്ന കാര്യം അറിയത്തില്ല. നമ്മൾ പറഞ്ഞിട്ടില്ല, പറയാതെയാണ് വന്നത്. അപ്പം ഇവിടെ ഇല്ല അച്ഛമ്മ, അപ്പുറത്തെ കൊച്ചിച്ചൻ്റെ വീട്ടിലിരിക്കുക. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കളിയൊക്കെ ബ്ലോഗർ ദേവിയാണ്. അപ്പുറത്തോട്ട് പോവാം. അങ്ങനെ അവിടെ ചെന്ന് അച്ഛമ്മയെ സർപ്രൈസൊക്കെ ചെയ്തപ്പോൾ അച്ഛമ്മ അതിനകത്തേക്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അപ്പുറത്തെ കൊച്ചൻ്റെ വീട്ടിലോട്ട് പോയി. അങ്ങനെ എല്ലാവരും കൂടെ എന്നെ ഇട്ട് ട്രോളിക്കൊണ്ടിരിക്കും. ഇന്നലെ ഞാൻ വീഡിയോസ് ഇട്ടതിനെ പറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് യുവമാർ കണ്ടോ എത്രയോ നേരം കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന പറഞ്ഞപ്പോൾ മാത്രം അടങ്ങിയിരിക്കുക. 5 മിനിറ്റ് പോലും ഇവർ അടങ്ങിയിരിക്കത്തില്ല. എപ്പോഴും കുരുത്തക്കേടാണ്. കാണിക്കുന്ന നോക്കാം. അപ്പം എന്തിനാ ഇവിടെ അടച്ചു വെച്ചേക്കാം? നോക്കട്ടെടാ, എന്തോന്ന്? മീൻ എന്തൊരു മീനാടാ? എന്തൊരു മീൻ? കൈതക്കോര. കൈതക്കോര എനിക്ക് തരുമോടെ കൈതക്കോരേന്? തരുമോ? ക്യാമറ ഓഫാക്കുമ്പോൾ നീ എന്തിനു പറയേ? തരത്തില്ലെന്നാ? ഇവ ഒന്നും കൊടുക്കത്തില്ല. ഞാൻ ചുമ്മാ അറിയുന്നതാണ് തരാന്നൊക്കെ. തരുമോടാ? ഇല്ല, അവൻ തരത്തില്ല. അവൻ അടച്ചു വെച്ചേക്ക്. ഇതിനെ പൂച്ച കൊണ്ടുപോകാതിരുന്നാൽ കൊള്ളാം. പൂച്ച അവിടെ വയ്ക്കുന്നുണ്ട് അപ്പുറത്ത്. ഇതൊരു വലിയ മീനല്ലേ? ചോറ് കഴിച്ചില്ല. ഞാനും കഴിച്ചില്ല. കഴിക്കുമ്പോഴാണ് ദൈവന്തിരൊക്കെ ഇവിടെ കിടന്ന് പറയുന്നു. അങ്ങനെ പിന്നെ ഞാനും അച്ഛമ്മയും അനിയത്തി എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം സിറ്റൗട്ടിൽ വന്നിരുന്നു കേട്ടോ. ഇവൻ എവിടെ തോട്ടിലൊക്കെ പോയി മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എപ്പോഴും അതിനെ നോക്കും, വെള്ളത്തിലിടും. അതിനെ പൂച്ച കൊണ്ടുപോകാതിരുന്നാൽ കൊള്ളാം. അതിന് 24 മണിക്കൂർ അതിനെ നോക്കിക്കൊണ്ടിരിക്കുക.
നമ്മൾ ജസ്റ്റ് ഒന്ന് വീട്ടിലോട്ടിരുന്നപ്പോൾ അച്ഛമ്മയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.